എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല ജീവനുള്ള കുറച്ച് വരാൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അതാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഷാപ്പ് സ്റ്റൈലിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല മുളകും പുളിയും ഒക്കെ ഇട്ട് വറ്റിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നല്ല നാടൻ വരാൽ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കിലോ വരാലാണ് എടുത്തിരിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ബ്രാലെന്നും പറയും. പിന്നെയും വേറെ എന്തോ പേരിലൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. ഇനി ഇതൊന്ന് പീസസ് ആക്കി എടുക്കാനുണ്ട്. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, എരിവ് കൂടുതൽ വേണ്ടവർ 2 ടേബിൾ സ്പൂൺ വെച്ച് എരിവുള്ളതും എരിവില്ലാത്തതും മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റാക്കി വയ്ക്കാം. ഇങ്ങനെ പേസ്റ്റാക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് കുറച്ചുകൂടി ഒരു തിക്നെസ്സും കുറച്ചുകൂടി സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി വേണം. ഒരു 25-30 എണ്ണം എടുക്കാം. പച്ചമുളക് 2 or 3. പിന്നെ വെളുത്തുള്ളി ഒരു 4-5 കഷ്ണം, ഇഞ്ചി വലിയൊരു പീസ്, കറിവേപ്പില, ഇത്രയുമാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പുളി വേണം. കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ ആ കമർപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കണം. ഒരു നല്ല പുളിയുള്ള പുളിയാണിത്. അതുകൊണ്ട് 5 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്കൊരു 4-5 ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടിപ്പോവരുത്, കയ്പ്പ് വരും. അപ്പോൾ ആ ചെറിയൊരു ഉലുവയുടെ ടേസ്റ്റിന് വേണ്ടി മാത്രം 4-5 ഉലുവ മതി. ഉലുവ പൊട്ടുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇടാം. 2ആയിട്ട് മുറിച്ചാൽ മതി വെളുത്തുള്ളി. അതുപോലെ ഇഞ്ചി ചതച്ച് വെച്ചത്. ഇതൊന്ന് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഒരുപാട് മൂക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് കറിയൊക്കെ ഉണ്ട്. 2-3 ദിവസം നിങ്ങൾക്കിത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യണം. ഉള്ളി ഇടേണ്ട കാര്യമില്ല. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് ചീത്തയാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ 2 ദിവസമൊക്കെ കൂട്ടുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 3-4 ദിവസത്തേക്ക് കൂടുതൽ കറിയൊക്കെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാതെ തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമുക്ക് ഈ കറി തയ്യാറാക്കാം. ഇനി പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം നമുക്ക് വഴറ്റിയെടുക്കാം. ശരിക്കും വഴറ്റി അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി പേസ്റ്റ് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാത്തൊരു പാകം വരും. അതുവരെ ഇത് വഴറ്റണം. ഇപ്പോൾ ചട്ടിയിൽ ഇതൊന്നും ഒട്ടിപ്പിടിക്കാത്തൊരു പാകത്തിനായിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ ശരിക്കും അരപ്പ് മൂത്ത് വന്നിട്ടുള്ളത്. ഇത്രയും മൂപ്പിച്ചില്ലെങ്കിൽ കറി പെട്ടെന്ന് ചീത്തയായി പോവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
കറി തയ്യാറാക്കാൻ തുടങ്ങുമ്പം തന്നെ നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് കുറച്ച് വെള്ളം വെച്ചാൽ മതി. അപ്പോൾ ചൂടായിരുന്നോളും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യണം. നല്ലവണ്ണം കഴുകി വെച്ച പുളിയിടാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എപ്പോഴും ഉപ്പിട്ട് കഴിഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് നോക്കണം. ഈ ചാറിൻ്റെ ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്ന വിധത്തിൽ വേണം. എന്ന് വെച്ചാൽ ഫിഷിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉപ്പ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചാറ് ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഉപ്പും പുളിയും എല്ലാം ഇട്ടൊന്ന് നല്ലവണ്ണം ഇളക്കി ഒന്ന് തിളയ്ക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക. ഇനി നമുക്ക് പീസാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില കൂടി ഇടാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചെടുക്കാം. കയ്യിലിട്ടിളക്കരുത്. ഇതുപോലെ സൈഡിൽ പിടിച്ച് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി ഇതൊന്ന് മൂടി വേവിക്കാം. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. മാക്സിമം ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഇടയ്ക്ക് നമ്മളിത് അടപ്പ് തുറന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ പൊടിച്ചത്, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു വളരെ കുറച്ച് മതി. ഇതാ ഇത്രയും മതി, ഒരു പിഞ്ച്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇത് നിർബന്ധമില്ല. ഇനി ഇത് നമുക്കൊന്ന് ചുറ്റിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വരാല് കറി റെഡി ആയിട്ടുണ്ട്. ഇരിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്